എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ ഇന്നൊരു സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് എൻഡ് ആസ് ദ ഡിസിഷൻ പനീർ ബിരിയാണി. ഒരു ഫസ്റ്റ് ടൈം ട്രൈ ആണ്, എന്താവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിവിടെ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഒപ്പം തന്നെ വേറൊരു സൈഡിൽ പനീറിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, ജസ്റ്റ് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചും തിരിച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ. പിന്നെ നമ്മൾ ഈ കിച്ചൺ എന്ന് പറയുന്നത് ഒരുപാട് മാന്ത്രികതയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ ഗോസിപ്പുകൾ പറയാനും ഒരുപാട് കഥകൾ പറയാനും ഒക്കെ ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു നല്ല സ്പേസാണ്. ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പം ഒരുപാട് മൈൻഡ് റിലീഫ് ഞാൻ അനുഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇപ്പുറത്ത് ഇതാ നമ്മുടെ കുക്കർ വെക്കുക, എണ്ണ ഒഴിക്കുക, ഇല്ല നെയ്യ്, വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ സവോള, നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക. ഒന്നൊന്നായിട്ടൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ മടി കൊണ്ടെല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പട്ടാണിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ഗ്രീൻ പീസ്. പച്ചപ്പട്ടാണി ആണെന്നുണ്ടെങ്കിൽ, അതായത് പച്ചയായിട്ട് വാങ്ങിച്ചതാണെങ്കിൽ നമുക്ക് അപ്പം ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ അതായത് നമ്മുടെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക, പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുക. അത് നല്ല ഫ്ലേവർ തരുന്നൊരു സാധനമാണ് കേട്ടോ. എന്നിട്ട് അരി കഴുകി കുതിർത്ത് വെച്ച അരിയാണ്. കുതിർത്തിട്ട് കഴുകാൻ നിൽക്കല്ല, അരി ഉടഞ്ഞു പോകും. അപ്പോൾ കഴുകി കുതിർത്ത് വെച്ച അരിയും കൂടെ അതിലേക്കിട്ട് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു നല്ലൊരു പാർട്ടാണ്. കറക്റ്റായിട്ട് യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതായത് 1/2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ ഒരു പ്രപ്പോർഷനിൽ വെള്ളം ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അരിയെല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് ഉപ്പൊക്കെ നോക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാട്ടോ. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിന്നാലേ അരിയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് ഉപ്പൊന്നും ഇടരുത് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയില, കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആ ഒരു തിള വരുന്ന സമയത്ത് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 2 to 3 വിസിലിൽ നമ്മുടെ ചോറ് റെഡിയാവും. ഞാനിവിടെ ഒരു 3 വിസിലാട്ടോ എടുത്തത്. അതിൽ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുഴയാതെ അടുക്കി പിടിക്കാതെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഇറ്റ് വാസ് യമ്മി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.